സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് വ്യക്തികളെ കാണുവാനായിട്ട് ഇടയായി. അവരിൽ ഒരാൾ ചില കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് സഭ വിട്ടുപോയ വ്യക്തിയായിരുന്നു. എന്നാൽ ഇപ്പോൾ കുടുംബത്തിൽ നിന്നും അത്ര സപ്പോർട്ട് ഇല്ലാതിരുന്നിട്ട് കൂടി അവർ കഴിഞ്ഞ ദിവസം സഭയിലേക്ക് തിരികെ വന്നു. അതിൻ്റെ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി. മറ്റൊരു വ്യക്തി കുർബാനയ്ക്ക് ശേഷം പള്ളിയിൽ ഞാൻ നിൽക്കുമ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, ഞാനിപ്പോൾ പള്ളിയിലാണ്. അത് കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, പള്ളിക്കകത്ത് ജ്ഞാനസ്നാന കപ്പേളയുടെ മുമ്പിൽ നിൽക്കുന്ന ആ വ്യക്തി അത് പറയുന്നതിൽ എന്താണ് ഇത്ര പ്രത്യേകത? ഞാനും പള്ളിക്കകത്ത് തന്നെ നിൽക്കുകയാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, അവർ വർഷങ്ങളായിട്ട് വേറെ ഒരു സഭയിലെ അംഗമായിരുന്നു. എന്നാൽ വലിയ പങ്കാളിത്തമൊന്നുമില്ലാതെ, വിശ്വാസത്തിൽ തീക്ഷ്ണതയൊന്നുമില്ലാതെ ജീവിച്ച വ്യക്തി. എന്നാൽ ഒരിക്കലും ഒരു പുരോഹിതൻ്റെ പ്രസംഗം അവർ കേട്ടു. അതിനുശേഷം അവരുടെ ജീവിതത്തെപ്പറ്റി വിചിന്തനം ചെയ്തു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം അവർ സഭയിലേക്ക് തിരിച്ചു വരുവാനായിട്ടുള്ള നടപടികൾ ആരംഭിച്ചു. അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ രണ്ട് വ്യക്തികളുടെ മുഖത്തും ആ സമയത്ത് ഞാൻ കണ്ട ഒരു സന്തോഷമുണ്ട്. ഒത്തിരി പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ഈ കൂട്ടായ്മയോടുള്ള സ്നേഹം അവർ പ്രകടമാക്കുകയാണ്. കാരണം അവർക്ക് അത് അത്യാവശ്യമായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ അവരോട് ഞാൻ പറഞ്ഞു, ശക്തമായിട്ട് ഇനിയും ഈ നിലപാടിൽ നിൽക്കുക. ഒത്തിരി പ്രതിസന്ധികൾ തുടർന്നുമുണ്ടാകും. ഇന്നത്തെ സുവിശേഷത്തിലും നമ്മൾ കേൾക്കുന്നത് സത്യത്തിൽ ഈ കൂട്ടായ്മയുടെ അനുഭവത്തെ പറ്റിയാണ്, അതിൻ്റെ ആവശ്യകതയെ പറ്റിയാണ്. യേശു തൻ്റെ ഉത്ഥാനത്തിനു ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടെ തോമസ് ഇല്ല എന്നാണ് നമ്മൾ കേൾക്കുന്നത്. മറ്റുള്ളവരെല്ലാം പേടിയോടുകൂടി ഈ മുറിയിൽ അടച്ച് ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് തോമസ് മാത്രം പുറത്തുപോയി എന്നുള്ളത് ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്കറിയില്ല. പല ന്യായീകരണങ്ങളും അതിനുണ്ടാകാം. അത് എന്തെങ്കിലും ആയിക്കോട്ടെ. ഏതായാലും തോമസ് ഈ പുറത്തു പോകുന്നത് വഴി നഷ്ടപ്പെടുത്തുന്നത് അമൂല്യമായിട്ടുള്ള ഒരു അനുഭവമാണ്. ജീവിക്കുന്ന ഉദ്ധിതനായ യേശുവിനെ കാണുവാനായിട്ട് അവന് സാധിക്കുന്നില്ല. എന്നാൽ ഭാഗ്യവശാൽ തോമസ് തിരിച്ചു വരുന്നുണ്ട്, ഈ കൂട്ടായ്മയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ അയാൾക്ക് ഒത്തിരി മുറിവുകളുണ്ട്. സ്വന്തം വഴി തേടി അല്ലെങ്കിൽ വഴിതെറ്റി മുൾപ്പടർപ്പിൽ കുടുങ്ങിപ്പോയ ആ കാണാതെ പോയ ഒരാടിനെ പോലെ, അല്ലെങ്കിൽ തൻ്റെ അവകാശം മുഴുവനും നഷ്ടമാക്കിയിട്ട് വേദനയോടുകൂടി, നിരാശയോടുകൂടി, പശ്ചാത്താപത്തോടുകൂടി തിരികെ വരുന്ന ആ ധൂർത്ത പുത്രൻ്റെ അവസ്ഥ. മിക്കവാറും ഇതുകൊണ്ടായിരിക്കാം തോമസ് അല്പം കഠിന ഹൃദയനാവുന്നുണ്ട് അയാളുടെ വാക്കുകളിൽ. എന്നിരുന്നാലും അയാൾക്ക് ഒരു ഭാഗ്യം ലഭിക്കുക, വീണ്ടും യേശുവിനെ കാണുവാൻ, യേശുവിൻ്റെ ഉത്ഥാനത്തിൽ പങ്കുചേരുവാനായിട്ടുള്ള ഭാഗ്യം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിലൂടെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. സുവിശേഷകന്മാർ അവരുടെ നിരവധിയായിട്ടുള്ള വിവരണങ്ങളിലൂടെ യേശു ആരാണ്, എന്താണെന്ന് പറയുവാൻ ശ്രമിച്ചത് തോമസ് തൻ്റെ ചുരുങ്ങിയ വാക്കുകളിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യോഹന്നാൻ ശ്രദ്ധിക്കുക, യോഹന്നാൻ തൻ്റെ സുവിശേഷം ഈ വിവരണത്തോടു കൂടി നിർത്തുകയാണ്. ഇതിൽ കൂടുതൽ യേശുവിനെപ്പറ്റി എന്തു പറയാൻ? തുടക്കത്തിൽ സൂചിപ്പിച്ച വ്യക്തികളെപ്പോലെ, അല്ല തോമസിനെ പോലെ, ഈ പുറത്തു പോകൽ ഒരു പഴങ്കഥയൊന്നുമല്ല. അതിന് നമുക്കൊക്കെ ഒത്തിരി കാരണങ്ങൾ ഉണ്ടാകാം. ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ, കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകുവാനൊക്കെ ആയിട്ട്. നമ്മൾ പ്രതീക്ഷിച്ചത് ലഭിക്കാതെ വരുമ്പോൾ, നിരാശകൾ നമ്മളെ ഇങ്ങനെ മൂടുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ വേദനകൾ ഒത്തിരി വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഈഗോ, നമ്മുടെ അഹംബോധം ഇങ്ങനെ മുറിവേൽക്കപ്പെടുമ്പോൾ, അവിടെയൊക്കെ ഇങ്ങനെ ദൈവത്തെ തള്ളിപ്പറയുവാൻ, മറ്റുള്ളവരെ തള്ളിപ്പറയുവാനായിട്ടുള്ള
പ്രവണത നമുക്കുണ്ടാകും. അത് സ്വാഭാവികമാണ്. പക്ഷേ ഇങ്ങനെ പുറത്തു പോകുന്നതോടുകൂടി നമ്മൾ ചെയ്യുന്നത് നേരെ വിപരീതമായിട്ടുള്ള കാര്യമാണ്. നേരെ വിപരീതമായിട്ടുള്ള ഫലമാണ് അത് പുറപ്പെടുവിക്കുക. കാരണം കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ മാത്രമേ നമ്മൾ ശക്തരാവുകയുള്ളൂ. ഇവിടെ ലഭിച്ച ശക്തിയിൽ നിന്ന് മാത്രമേ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്ന് മാത്രമേ നമുക്ക് നമ്മെ ഏൽപ്പിച്ച കർത്തവ്യങ്ങൾ നിറവേറ്റുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് അമൂല്യമായിട്ടുള്ള ഈ കൂട്ടായ്മ അനുഭവത്തെ ഒരിക്കലും തള്ളിപ്പറയാതിരിക്കാം. അതിന് തീർച്ചയായിട്ടും ഒത്തിരി ക്ഷമയും മനസാന്നിധ്യവുമൊക്കെ ആവശ്യമാണ്. ഇങ്ങനെ നമ്മെ ശക്തിപ്പെടുത്തുന്ന, ഊർജം നൽകുന്ന, വിശ്വാസത്തിൽ ശക്തമായിട്ട് നിലനിർത്തുവാൻ ഉതകുന്ന നല്ല ദൈവ അരൂപി നിറഞ്ഞ കൂട്ടായ്മ അനുഭവം നമുക്കുണ്ടാകട്ടെ. അങ്ങനെ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ തൊട്ട് അറിയുവാനും ആ അറിഞ്ഞ അനുഭവം മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും നമുക്ക് സാധിക്കട്ടെ. അതിന് കരുണ നിറഞ്ഞ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.